നമസ്കാരം. അങ്ങനെ മലയാളികൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തുകയാണ്. യമനിൽ തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞിരുന്ന നിമിഷപ്രിയ, പാലക്കാട് സ്വദേശി, അവരുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടിട്ടുള്ള നിർണായക തീരുമാനം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ്. സുഭാഷ് ചന്ദ്രനാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതേപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. നിർണായകമായത് മധ്യസ്ഥ ശ്രമം തന്നെയാണ്. അതായത് യമനിലെ നിയമപ്രകാരം ആരാണോ അവിടെ കൊല്ലപ്പെട്ടത് അവരുടെ ബന്ധുക്കൾ, അതായത് രക്തബന്ധുക്കളാണ് ഈ മാപ്പ് നൽകേണ്ടത്, കുറ്റവാളിക്ക് മാപ്പ് നൽകേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം. അതായത് ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹ്ദിയുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ഈ കാര്യത്തിൽ ദയാധനം സ്വീകരിച്ച് ഈ കുറ്റക്കാരാരാണോ അവർക്ക് മാപ്പ് നൽകി ശിക്ഷാ ഇളവ് നൽകേണ്ടത്. ആ ഒരു വസ്തുതയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നത്. അതായത് ഇവർ ഇപ്പോൾ ഈ സന്ധി സംഭാഷണങ്ങളിൽ അനുനയത്തിന് വഴങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ തലാലിൻ്റെ സഹോദരൻ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നിയമപ്രകാരം തലാലിൻ്റെ സഹോദരന് ഇക്കാര്യത്തിൽ വലിയ റോളില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് തലാലിൻ്റെ മക്കളും മാതാപിതാക്കളും ഇക്കാര്യത്തിൽ അനുനയത്തിന് സന്നദ്ധമായതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കപ്പെടും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇനി ഈ ദയാധനം സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതായത് ഇവർ ആവശ്യപ്പെട്ടത് ഏതാണ്ട് 10 കോടി രൂപയോളമാണ്. അത് നൽകാൻ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അതിനുള്ള ധനസമാഹരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അതല്ല, അതിനുപരിയായുള്ള തുകയാണെങ്കിലും അത് സമാഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ എത്രയാണ് പണം, അത് അടച്ചാലും നിമിഷപ്രിയയുടെ മോചനം ഇനി എത്ര കാലം താമസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കാരണം നമുക്ക് അബ്ദുൽ റഹീമിൻ്റെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ 36 കോടി രൂപയോളം സമാഹരിച്ച് നൽകി. എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോഴും അവിടെ തടവിൽ കഴിയുകയാണ്, മോചനം സാധ്യമായിട്ടില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കുമോ അതോ വധശിക്ഷ മാത്രം ഒഴിവാക്കപ്പെട്ട് അവർ തടവിൽ തന്നെ കഴിയേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതായത് സുഭാഷ് ചന്ദ്രൻ്റെ വാക്കുകൾ എടുത്താൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതായത് വധശിക്ഷ വേണ്ടെന്ന് മാത്രമാണ് തത്വത്തിൽ ധാരണയായത്. വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തലാലിൻ്റെ കുടുംബത്തിൽ ധാരണയായിട്ടുണ്ട്. തലാലിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുമുണ്ട്. യമനിലെ നിയമപ്രകാരം മരണപ്പെട്ടവരുടെ സ്വത്തിൻ്റെ അവകാശികളാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും മക്കളും മാതാപിതാക്കളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ സഹോദരന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കാണ് ചർച്ചകൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിലൊന്നും പങ്കാളിയായിട്ടില്ല. 2 ആഴ്ചയായി ഞങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തുകയാണ്. ഇന്നലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രിയോടെയാണ് യമൻ പണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെട്ടത്. മധ്യസ്ഥർ പങ്കുവെക്കുന്ന വിവരങ്ങൾ പുറത്തു പറയേണ്ടെന്ന് ഞങ്ങൾ അറിയിക്കുന്നുണ്ട്, സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് തലാലിൻ്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു. അത് നേരത്തെ തന്നെ വന്നതാണ്. അതായത് ചില മാധ്യമ വാർത്തകൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അതിവൈകാരികമായി തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി അത് പ്രതികരിക്കുകയും ചെയ്തു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കവിഞ്ഞതൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നായിരുന്നു തലാലിൻ്റെ സഹോദരൻ പറഞ്ഞത്. പിന്നീട് വന്ന വാർത്ത കാന്തപുരത്തിൻ്റെയാണ്. കാന്തപുരം പറയുന്നത് ഇങ്ങനെയാണ്: ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം അതായത് ഈ നിമിഷപ്രിയൻ്റെ സഹോദരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഒരു പ്രതികരണത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. അപ്പോൾ തലാലിൻ്റെ സഹോദരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്ന് കാന്തപുരം വ്യക്തമാക്കണം. ആ വാർത്ത തെറ്റാണെന്ന്, അതായത് ഈ നിമിഷപ്രിയയുടെ അഭിഭാഷകനെന്ന് അവകാശപ്പെട്ട് സാമുൽ ജെറോം എന്നൊരാൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ സാമുൽ ജെറോമും ഈ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്ത ആദ്യം നിഷേധിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് സംവാദം വേണമെങ്കിൽ അതിനും തയ്യാറാണ്. ഈ സാമുൽ ജെറോമിനെതിരെ വലിയ കടുത്ത ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. അതായത് നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ വലിയ രീതിയിൽ ധനസമാഹരണം നടത്തി, സാമ്പത്തിക തട്ടിപ്പ് നടത്തി
എന്ന തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇന്നലെ രാത്രിയാണ് അറിയിച്ചത്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കാന്തപുരത്തിൻ്റെ സുഹൃത്തും യമനിലെ തരീമിൽ നിന്നുള്ള പണ്ഡിതനുമായ ഹബീബ് ഉൽ ബിൻ ഫഫിൽ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിനു പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനമുണ്ടായതെന്ന് AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ശിക്ഷ സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ തീരുമാനമാകുക. അതായത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ അത് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് സ്ഥിരീകരണം നൽകാനാകും. എന്നാൽ അവരുടെ ജയിൽ മോചനം എപ്പോഴത്തേക്കുണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. അതായത് അവർ ഈ ദയാദനം സ്വീകരിച്ച് പൂർണ്ണമായി അവരെ കുറ്റവിമുക്തയാക്കുമോ അതോ വധശിക്ഷ മാത്രം റദ്ദാക്കപ്പെട്ട് അവർ വീണ്ടും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. അതായത് വധശിക്ഷ റദ്ദാക്കിയെങ്കിൽ തന്നെയും അതൊരു ആശ്വാസകരമായ സംഗതിയാണ്. കാരണം നിമിഷപ്രിയയുടെ കാത്ത് അവരുടെ കുടുംബം നാട്ടിലുണ്ട്, അവരുടെ മക്കൾ നാട്ടിലുണ്ട്, അവരുടെ മാതാവ് യമനിൽ നിമിഷപ്രിയയുടെ മോചനം കാത്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നേരിയ ഒരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ വന്നത്. നമുക്കറിയാവുന്നതുപോലെ 2017 ഈ കേസിനാസ്പദമായ സംഭവം. കൃത്യം പറഞ്ഞാൽ 2017 ജൂലൈയിൽ തൻ്റെ വ്യാപാര പങ്കാളി, അങ്ങനെ തന്നെ പറയണം, കാരണം നിമിഷപ്രിയ സ്വന്തമായി അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ, ഒരു ക്ലിനിക്ക് തുടങ്ങാനായി രേഖകൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യമൻ പൗരനായ ഈ പറയുന്ന തലാൽ അബ്ദുൽ മഹദിയുമായി ഒരു കരാർ ഉണ്ടാക്കുന്നത്. അവർ തമ്മിൽ വിവാഹിതരായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പിന്നീട് വന്നിരുന്നു. അത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊരു സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിൽ തൻ്റെ പാസ്പോർട്ടും വിസയും അടക്കമുള്ള രേഖകളെല്ലാം ഈ തലാൽ പിടിച്ചു വാങ്ങുകയും താൻ ഉണ്ടാക്കുന്ന വരുമാനം അത്രയും കൈക്കലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തലാലിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് ഒരാളുടെ, അതായത് തലാലിനെതിരെ നിമിഷപ്രിയ ഒരു കേസ് കൊടുത്ത് തലാൽ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പോൾ നിമിഷപ്രിയയോടുള്ള അനുകമ്പ ഉള്ള ഒരു ജയിൽ ഉദ്യോഗസ്ഥനാണ് തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധരഹിതനാക്കിയ ശേഷം രേഖകളുമായി കടന്നു കളയൂ എന്ന തരത്തിലുള്ള ഒരു ഉപദേശം കൊടുത്തത്. ഈ ഉപദേശം സ്വീകരിച്ച നിമിഷപ്രിയ കെറ്റമിൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് തലാലിനെ കുത്തിവെച്ചു. അത് ഓവർഡോസായി പോയി. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പിന്നീട് നിമിഷപ്രിയ അവരുടെ സുഹൃത്ത് ഹനാൻ എന്ന പേരിലുള്ള യമൻ സ്വദേശി തന്നെയായിട്ടുള്ള ഒരു വനിതാ സുഹൃത്തിനെ ഈ കാര്യം, അവർ നേഴ്സ് കൂടിയാണ്, അവരെ ഈ കാര്യം അറിയിച്ചപ്പോൾ ഈ ഹനാനാണ് ഈ തലാലിൻ്റെ മൃതദേഹം വെട്ടിനുറുക്കി 110 കഷ്ണങ്ങളാക്കി പാക്കറ്റുകളിലാക്കി അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കാൻ സഹായിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. അപ്പോൾ ഈ കേസിൽ നിമിഷപ്രിയ ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് പിടിയിലായത്. ഇവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞതിന് ശേഷം, അതായത് ജൂലൈയിൽ നടന്ന ഈ കൊലപാതകത്തിന് ശേഷം ഓഗസ്റ്റിലാണ് ഇവർ പിടിയിലാകുന്നത്. അതിനുശേഷം ഇവർ വിചാരണ നടപടികളിലെല്ലാം ഈ ഭാഷ ഒരു പ്രശ്നമായിരുന്നു. കാരണം അറബിക് ഭാഷയിലാണ് വിചാരണകൾ അത്രയും നടന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് ഒരു ദ്വിഭാഷിയെ, ഒരു ട്രാൻസ്ലേറ്ററെ വെച്ച് കൊടുക്കണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാർത്ത. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് അവരുടെ വാദമുഖങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും അതായത് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നടത്തിയ കൊലപാതകം എന്ന തരത്തിൽ ആ കേസിനെ ചിത്രീകരിക്കാനും അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ശിക്ഷ കോടതി വിധിക്കുകയായിരുന്നു. എന്നാൽ കൂട്ടുപ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കിട്ടിയത്. അങ്ങനെ ഏതാണ്ട് 2018 ഇവർക്ക് അതായത് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ഉള്ള കാലയളവിൽ അത്രയും ഇന്ത്യ നയതന്ത്രപരമായും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ മറ്റ് ലഭ്യമായ മാർഗ്ഗങ്ങൾ വഴി അവരുടെ മോചനത്തിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലാണ് ദൗർഭാഗ്യകരമായി അവർക്ക് വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുള്ള തീരുമാനം വന്നത്. അതായത് കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു അതിനുള്ള ഉത്തരവ് നടപ്പിലാക്കേണ്ടത്. എന്നാൽ അതിലും ഇടപെടലുണ്ടായ വധശിക്ഷ നീട്ടിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. പിന്നീട് നടന്ന നിർണായക ചർച്ചകൾ, അനുരഞ്ജന ശ്രമങ്ങളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ഏതായാലും നിമിഷപ്രിയ, അവരെ സംബന്ധിച്ച് ഇനി മോചനം എന്നത്തേക്കുണ്ടാകും എന്നുള്ള സംഗതിയിൽ മാത്രമാണ് ഇനി ആശങ്കയുള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഒരു ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ.